ലഹരിമരുന്ന് കേസിൽ പഞ്ചാബിൽ നിന്ന് പിടിയിലായ 2 ടാൻസാനിയൻ വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മലയാളികളിൽ നിന്നും പണമെത്തിയതായി പോലീസ് കണ്ടെത്തി. ഈ പ്രതികളാണ് മലയാളികൾക്ക് ലഹരി കൈമാറുന്നതിലെ പ്രധാനികൾ എന്ന് പോലീസ് പറയുന്നു. പ്രതികളെ ഉടൻ കോടതിയിൽ ഹാജരാക്കും. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നു. രാഹുൽ, ഈ പിടിയിലായ ടാൻസാനിയൻ വിദ്യാർത്ഥികളെ വിശദമായി ചോദ്യം ചെയ്യുകയായിരുന്നു. അതിൽ നിന്ന് നിർണായകമായ വിവരങ്ങൾ ലഭ്യമാകുന്നു. ഈ ലഹരിക്കണ്ണിയിലെ മലയാളികളുടെ സാന്നിധ്യം എങ്ങനെയാണ് എന്നതിൽ കൂടുതൽ വ്യക്തത വരുന്നുവെന്ന് മനസ്സിലാക്കുന്നു. അന്വേഷണ സംഘം വിശദീകരിക്കുന്നത് രാഹുൽ. ടാൻസാനിയൻ വിദ്യാർത്ഥികളെ ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് കോഴിക്കോട് എത്തിച്ചത്. ഏതാണ്ട് 18 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അല്പസമയത്തിനുള്ളിൽ കുന്ദമംഗലത്തെ കോടതിയിൽ പ്രതികളെ ഹാജരാക്കും. ഈ 18 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിലാണ് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. കുന്ദമംഗലം പോലീസും അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് ACPയുടെ നേതൃത്വത്തിലുമാണ് ഈ ചോദ്യം ചെയ്യൽ നടത്തിയത്. മലയാളികളിൽ നിന്നും ഈ 2 പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം എത്തിയിട്ടുണ്ട് എന്നതാണ് കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വരികയാണെങ്കിൽ ഈ പ്രതികൾ മുമ്പും മലയാളികളായ ആളുകൾക്ക് ലഹരി മരുന്ന് കൈമാറിയിട്ടുണ്ട്. ആ കൈമാറിയതിന്റെ പണമാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിച്ചത് എന്നാണ് പറയുന്നത്. ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിച്ച പണം ഉടൻ തന്നെ വിവിധ ATMകളിൽ നിന്നും പ്രതികൾ പിൻവലിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഈ പ്രതികളുടെ 2 പ്രതികളുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് ആരൊക്കെയാണ് പണം അയച്ചത് എന്നതാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. പണം അയച്ച മുഴുവൻ മലയാളികളെ കേന്ദ്രീകരിച്ചും ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ കണ്ടെത്തിയ ശേഷം ഇവരെ അറസ്റ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. അത് മാത്രമല്ല, അറസ്റ്റിലായ ഡേവിഡ് എൻഡമി ടാൻസാനിയയിലെ ജഡ്ജിയുടെ മകനാണെന്ന കാര്യം കൂടി ഈ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ പ്രതികൾ സമ്മതിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും കൂടുതൽ മലയാളികൾ ഈ ലഹരിക്കടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ ഘട്ടത്തിൽ പ്രതികരണം നടത്തുന്നത്. അതുമാത്രമല്ല, കൂടുതൽ കസ്റ്റഡിക്ക് വേണ്ടി കസ്റ്റഡി അപേക്ഷ നൽകാനും പോലീസ് ഈ ഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി കുന്ദമംഗലത്തെ കോടതിയിലായിരിക്കും ഈ പ്രതികളെ ഹാജരാക്കുക. അതിനുശേഷമായിരിക്കും വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകാൻ പോകുന്നതും. രാഹുൽ സുരേഷ് കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.